റമളാനെങ്ങാനും നമുക്ക് എതിര് സാക്ഷി എന്നാൽ പിന്നെ ആരും ഉണ്ടാവില്ല ആഖിറത്തിൽ. റമളാൻ നമുക്ക് അള്ളാഹു തരുന്ന തന്നെ നമ്മുടെ നന്നാവാൻ വേണ്ടിയിട്ടാണ്. ഈ തെറ്റെല്ലാം ചെയ്ത് നടന്നിട്ടും നമ്മളോടുള്ള ഇഷ്ടത്തിന്റെ ഒരു അടയാളാണ് റമളാൻ നമുക്ക് നൽകാന്നുള്ളത്. ഒരു മനുഷ്യൻ ഖബറിനെങ്ങാനും ആരെങ്കിലൊക്കെ വലിയോ നബിയോ പോയിട്ട് എണീപ്പിച്ചിട്ട് എന്താ ആഗ്രഹം എന്ന് വെച്ചാൽ ഓനും പറയാല് റമളാന്റെ ഒരു ദിവസം കിട്ടണമെന്നാ. കാരണം റമളാനിൽ ഒരു തസ്ബീഹ് 1000 തസ്ബീഹിലെ കൂലിയ അല്ല 1000-നേക്കാൾ. റമളാനിലെ ഒരു റക്അത്ത് 1000 റക്അത്തിനേക്കാൾ കൂലിയാണ്. റമളാനിലെ ഒരു സുന്നത്ത് ഫർളിന്റെ കൂലിയാണ്. ഒരു ഫർളിന് 70 ഫർള്. എന്തെല്ലാം കൂലിയാ റമളാന്. സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന പറഞ്ഞാൽ തുറക്കും തന്നെ, നരകത്തിന്റെ വാതിൽ അടക്കും പറഞ്ഞാൽ അടക്കും തന്നെ. റമളാനിൽ മരിച്ചാല് പവർ കൂടുതലല്ലേ. റമളാനിൽ ജീവിച്ചാ മതി. ഒരാൾ ഒരു തെറ്റും ചെയ്യാണ്ട് റമളാനിൽ ജീവിച്ചാൽ തന്നെ മതിയോ നന്നാവാന്. ഒരു തെറ്റും ചെയ്യാതെ റമളാനെ യാത്ര അയച്ചാല് റമളാൻ തന്നെ അയാളെ കുറിച്ച് നല്ല പറയും. അയാൾക്ക് സ്വർഗത്തിൽ ഒരു വീട് കൊടുക്കും. തൊബ്രാനിന്റെ ഹദീസിൽ കാണാം റമളാനിലെ ജീവിതം. അതുകൊണ്ടല്ലേ നബിയെ ഞാൻ എന്റെ സുഹൃത്തുക്കളായ 2 ആളെ സ്വപ്നത്തിൽ കണ്ടു. ഒരാള് ഷഹീദായ ആളാണ്, മറ്റേയാള് സാധാ പോലെ മരണം വരിച്ച ആളാണ്. മറ്റേയാള് പിറ്റത്തെ കൊല്ലാണ് വഫാത്താവണത്, ഇയാൾ തലയത്തെ കൊല്ലം ഷഹീദായി വഫാത്തായ ആളാണ്. അപ്പൊ ഞാൻ സ്വപ്നം കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി ഷഹീദായ ആളായിരിക്കും ഫസ്റ്റ് സ്വർഗത്തിലെത്താൻ. പക്ഷെ 2ാമത്തെ കൊല്ലം സാധാ പോലെ മരണം വരിച്ച ആളാണ് ആദ്യം സ്വർഗത്തിലെത്തിയത്. അത് കണ്ടപ്പോ എനിക്കൊരു അത്ഭുതം. എന്താണ് നബി അതിന്റെ കാരണം? അതിന് തങ്ങൾ പറഞ്ഞ കാരണം എന്താ? 1 കൊല്ലം അധികം ജീവിച്ചിട്ടില്ലേ, അപ്പൊ ഒരു റമളാൻ എക്സ്ട്രാ കിട്ടിയില്ലേ, അതെന്നെ മതി.